കുട്ടികളെ താലോലിക്കുക, അവരോട് കാരുണ്യം കാണിക്കുക എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള കാര്യമാണ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളാഹിയുടെ അൽ-അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ അടുത്ത ബാബ് വായിക്കുന്നത് ബാബു മുആനഖത്തുസ് സബീ, കുട്ടികളെ ആലിംഗനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളാണ്. സഹീഹിൽ 279 ഹദീസാണ് നാം വായിക്കുന്നത്. അഥവാ സഹീഹുൽ അദബുൽ മുഫ്രദ് എന്നുള്ള കിതാബിൽ 279 കൊടുത്തിട്ടുള്ള ഹദീസ്. അല്ലാതെ അദബുൽ മുഫ്രദ് എന്നുള്ള കിതാബാണെങ്കിൽ 364 ഹദീസ്. عن يعلى بن مرة أنه قال خرجنا مع النبي صلى الله عليه وسلم. يعلى بن مرة رضي الله عنه പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ടു. വദുഈനാ ഇലാ തുആമിൻ, അങ്ങനെ ആ യാത്രയിൽ പുറപ്പെട്ട സന്ദർഭത്തിൽ ഭക്ഷണത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടു. ഫൈദാ ഹുസൈനുൻ യൽഅബു ഫി ത്വരീഖ്, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകനായിട്ടുള്ള മകളുടെ മകനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ വഴിയിൽ കളിക്കുന്നുണ്ടായിരുന്നു, കുട്ടികളോടൊപ്പം കളിക്കുന്നുണ്ടായിരുന്നു. ഫഅസ്റഅ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമാമൽ ഖൗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ആളുകളുടെ മുൻപിലായിക്കൊണ്ട് വന്നു. തുമ്മ ബസത യദൈഹി, പിന്നെ കൈ നീട്ടി, അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് കൈ നീട്ടി. ഫജഅല അൽ-ഗുലാമു യഫിറു ഹാഹുനാ വഹാഹുനാ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലിപ്പയാണ് കൈ നീട്ടി കണ്ടപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അവിടുന്ന് കൈയിട്ട് ഇങ്ങനെ ഓടി വന്നു. വയുളാഹിഖുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ അഖദഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചിരിപ്പിക്കുകയും ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ അടുക്കലേക്ക് എടുക്കുകയും ചെയ്തു. ഫജഅല ഇഹ്ദാ യദൈഹി ഫീ ദഖനിഹി വൽഉഖ്റാ ഫീ റഅസിഹി, അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൈ ഈ കഴുത്തിന് ചുറ്റുമായിട്ട്, താടിയുടെ കഴുത്തിന് ചുറ്റുമായിട്ടും മറ്റേ കൈ തലഭാഗത്തു കൂടിയായിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم اعتنقه, എന്നിട്ട് കെട്ടിപ്പിടിച്ചു. ثم قال النبي صلى الله عليه وسلم, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുസൈൻ മിന്നി വഅന മിൻ ഹുസൈൻ, ഹുസൈൻ എന്നിൽ നിന്നും ഞാൻ ഹുസൈനിൽ നിന്നുമാണ്. അതായത് ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം, സ്നേഹം അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ള ഒരു രീതിയാണ് ഞാൻ അവനിൽ നിന്നും അവൻ എന്നിൽ നിന്നുമാണ് എന്ന് പറയുന്നത്. അത്രയും അടുപ്പമുണ്ട് എന്ന് അറിയിക്കാനാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈനൻ, ആരാണോ ഹുസൈനിനെ ഇഷ്ടപ്പെടുന്നത്, ചില റിവായത്തുകളിൽ ഹസൻ എന്ന് കൂടി വന്നിട്ടുണ്ട്, രണ്ട് പേരമക്കൾ, അവരെ ആരാണോ ഇഷ്ടപ്പെടുന്നത് അവരെ അള്ളാഹും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. കാരണം അവരെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടമുള്ളവനെ അള്ളാഹു തിരിച്ചും അവനെ ഇഷ്ടപ്പെടുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ഹുസൈനു സിബ്തു മിനൽ അസ്ബാത്ത്, ഹുസൈൻ എന്റെ അനന്തരാവകാശികളിൽ, എന്റെ പേരമക്കളിൽ ഒരാളാണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഈ ഹദീസ് കൊടുത്തിട്ടുള്ള ബാബ് മുആനഖത്തുസ് സബി, ചെറിയ കുട്ടികളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്.
അപ്പൊ അത് കൊടുക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരമക്കളെ, ചെറിയ കുട്ടികളെ ആലിംഗനം ചെയ്യാറുണ്ടായിരുന്നു. തന്റെ പേരക്കുട്ടികളെയും എല്ലാം മക്കളെയും എല്ലാം ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയായിരുന്നു, മാതൃകയായിരുന്നു എന്ന് കാണിക്കാനാണ് ഈ ബാബിൽ ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന് മുമ്പുള്ള ഹദീസുകൾ, ഇപ്പോ റമളാനിന് മുമ്പ് നമ്മൾ വായിച്ചതും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരോട് കാണിക്കേണ്ട കാരുണ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിൽ പെട്ട കാര്യമാണ് നമ്മുടെ മക്കൾ, പേരക്കുട്ടികൾ, സഹോദരന്മാർ, ഇവരെയൊക്കെ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ആ കുട്ടികളെ ചേർത്ത് പിടിക്കുക, അവരെ ചിരിപ്പിക്കുക, അവരെ കളിപ്പിക്കുക, അതുപോലെ തന്നെ ആലിംഗനം ചെയ്യുക എന്നുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത ബാബ്, ബാബു ഖുബ്ലത്തുർ റജുലിൽ ജാരിയത സഗീറ. ഒരു പുരുഷൻ ചെറിയ പെൺകുട്ടികളെ ചുംബിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. عن بكير رحمه الله أنه رأى عبد الله بن جعفر يقبل زينب بنت عمر بن أبي سلمة وهي ابنة سنتين أو نحوه. അബ്ദുല്ലാഹ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കൽ ഉമർ ബിൻ അബീ സലമയുടെ മകൾ സൈനബിനെ, ആ കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോൾ ചുംബിക്കുന്നതായി കണ്ടു എന്ന് ബുക്കൈർ റഹിമഹുല്ലാഹ് അറിയിക്കുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിട്ടുള്ള കുടുംബത്തിൽ പെടുന്ന അബ്ദുല്ലാഹ് ബിൻ ജഅഫർ കുടുംബക്കാരനാണ്. അപ്പോ ഇവിടെ പറഞ്ഞ വിഷയം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പെൺകുട്ടികൾ ഒരു പ്രായം എത്തുമ്പോൾ തന്നെ അവരിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന, ഒരു പ്രായപൂർത്തി വളരെ പെട്ടെന്നാകുന്ന അങ്ങനത്തെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളെയും ചുംബിക്കാൻ പറ്റുമോ? അപ്പൊ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ, അതായത് 2 വയസ്സ് പ്രായമുള്ള, അതിൽ വളരെ ചെറിയ കുട്ടികളായിട്ടുള്ളപ്പോൾ വേറെ ആളുടെ മകളാണ്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കുട്ടികളെ ചുംബിച്ചതായിട്ട് സഹാബികളിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ, ഷഹബത്തോടുകൂടി തോന്നുന്ന, അതിൽ ആ നിലക്കുള്ള ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് അറിയിക്കാനാണ് പ്രത്യേകം ഇവിടെ അൽ ജാരിയത്ത് സഗീറ, ചെറിയ കുട്ടികളെ ചുംബിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, പെൺകുട്ടികളെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. അപ്പോ ഇനി ആൺകുട്ടികളാണെങ്കിലും പറയാം, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾ അവർക്ക് അവരോട് ഷഹവത്തോടു കൂടിയുള്ള ആഗ്രഹം തോന്നുന്ന അവസ്ഥയിൽ നോക്കാൻ തന്നെ പാടില്ല, അവരെ നോക്കാൻ തന്നെ പാടില്ല ദീനിൽ. സ്ത്രീകളെ പോലെ തന്നെ ദൃഷ്ടി താഴ്ത്തണമെന്നാണ്. അപ്പൊ ചെറിയ കുട്ടികൾ എന്ന നിലയ്ക്ക് 1-2 വയസ്സുള്ള ചെറിയ കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ചുംബിച്ചിരുന്നു എന്ന് അറിയിക്കാനാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. ഇതിനോട് തുടർന്ന് തന്നെ വന്നിട്ടുള്ള മറ്റൊരു ഹദീസാണ് അൽ ഹസൻ വഹുവൽ ബസ്രി, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഖാല ഇൻ ഇസ്തതഅത അല്ലാ തൻദുറ ഇലാ ശഅരി അഹദിൻ മിൻ അഹ്ലിക ഇല്ലാ അൻ യകൂന അഹ്ലക ഔ സബിയതൻ ഫഫഅൽ. നിനക്ക് സാധിക്കുമെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഒരാളുടെയും തലമുടിയിലേക്ക്, അഥവാ പുരുഷന്മാരോടാണ്, സ്ത്രീകളുടെ തലമുടിയിലേക്ക് നോക്കാതിരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ, ആരൊഴികെ, ഒന്നെങ്കിൽ നിന്റെ ഭാര്യ, മഹ്റമല്ലാത്തവരുടെ വിഷയത്തിലാണ് പറയുന്നത്, ഉമ്മാന്റെയോ സഹോദരിമാരുടെ വിഷയത്തിലല്ല, മഹ്റമല്ലാതെ വരുന്ന കുടുംബത്തിലുള്ള ആളുകളിൽ ഒന്നെങ്കിൽ നിന്റെ ഭാര്യ, അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, ഇവരല്ലാത്തവരുടെ തലമുടിയിലേക്ക് നിനക്ക് നോക്കാതിരിക്കാൻ സാധിക്കുമെങ്കിൽ ഫഫ്അൽ എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്. ഇതും നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാം, സ്ത്രീകളുടെ മുടി എന്നുള്ളത് അവരെ ഔറത്തിൽപ്പെട്ട കാര്യമാണ്, അതവർ മറക്കേണ്ടതാണ്, അതിന് പുരുഷന്മാർക്ക് മുമ്പിൽ കാണിക്കാൻ പാടില്ല. അപ്പൊ അതുപോലെ തന്നെ പുരുഷന്മാരോടും സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മുമ്പിൽ ദൃഷ്ടി താഴ്ത്തണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം. അഥവാ ഒരു തലമുടി, നമ്മുടെ കുടുംബത്തിൽ മെഹ്റമല്ലാത്ത ആളുകൾ, കുടുംബ ബന്ധമുള്ളവരായിരിക്കാം, പക്ഷെ മെഹ്റമില്ലാത്ത ആളുകൾ ഉണ്ടാകും, അവരുടെ തലമുടിയിലേക്ക് നോക്കാതിരിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ അങ്ങനെ ചെയ്യുക. ആരൊഴികെ, നിന്റെ ഭാര്യ, അത് നിനക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്, നിനക്ക് നോക്കാം. അതിൽ ഇപ്പൊ ഉമ്മയാവട്ടെ, സഹോദരിയാവട്ടെ, മഹ്റമായവരൊക്കെ കൂട്ടിക്കോളി. അതല്ലാതെ പിന്നെ നോക്കാൻ അനുവാദമുള്ളത് ചെറിയ കുട്ടികളുടേതാണ്, പെൺകുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികളെ. അപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസിൽ ആ കുട്ടി എന്നുള്ളതിന്റെ പരിഗണന എത്രത്തോളം ഉണ്ട് എന്ന് അറിയിക്കാനാണ് ഈ ഒരു അസർ കൂടി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇതിനോടൊപ്പം കൊടുക്കാനുള്ള കാരണം, ഈ ഒരു ബാബിൽ കൊടുക്കാനുള്ള കാരണം. അപ്പോ ചെറിയ പെൺകുട്ടികളാണെങ്കിൽ അവർ, വളരെ ചെറിയ പെൺകുട്ടികൾ, അവരെ ചുംബിക്കുക, അവരെ ലാളിക്കുക എന്നുള്ളതെല്ലാം അനുവദനീയമാണ്. എന്നാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ
അവരോട് അമാന്യമായ നിലക്കുള്ള അകൽച്ച തന്നെ വെക്കണം. അതിൽ സൂക്ഷ്മതക്കാണ് ഇത്രത്തോളം ചെറിയൊരു വിഷയം, മുടി കാണുന്ന വിഷയം പോലും പറഞ്ഞത്. ബാബു മസ്ഹി റഅ്സി സ്വബി. അടുത്ത ബാബു പറയുന്നത് കുട്ടിയുടെ തല തടവുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ചെറിയ കുട്ടിയുടെ തല തടവുന്നതുമായി ബന്ധപ്പെട്ട്, തല തടവ് ഉദ്ദേശിച്ചാൽ ലാളനയോട് കൂടി. عن يوسف بن عبد الله بن سلام رضي الله عنه قال عبد الله بن سلام رضي الله عنه മകനായ യൂസുഫ് അദ്ദേഹം പറയുകയാണ്, സമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എനിക്ക് യൂസുഫ് എന്ന് പേരിട്ടത്. വഖഅദനി അലാ ഹിജ്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അറയിൽ, അവിടുത്തെ മുറിയിൽ എന്നെ ഇരുത്തിയിരുന്നു. വമസഹ അലാ റഅസി, എന്നിട്ട് എന്റെ തല തടവിയിരുന്നു. അഥവാ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരുത്തുകയും കുട്ടി എന്ന നിലക്ക് തല തടവുകയും എന്റെ തലയിൽ തലോടുകയും ചെയ്യാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഈ സഹാബി പുത്രൻ പറയുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം കുട്ടികളോട് കൃപ കാണിച്ചിരുന്ന, കാരുണ്യം കാണിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അവരുടെ തല തടവുക, അവരെ ലാളിക്കുക, അവരെ കൊഞ്ചിക്കുക എന്നീ കാര്യങ്ങളൊക്കെ. ഇതൊന്നും ദീനിനെതിരായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈമാനിനെതിരായിട്ടുള്ളതോ ഒന്നുമല്ല. ചില ആളുകൾ ദീനിനെ മനസ്സിലാക്കുന്നിടത്ത് അവർ എപ്പോഴും ഭയഭക്തിയുള്ളവരാകണം എന്ന നിലക്ക് എപ്പോഴും ഇതുപോലെയുള്ള കുട്ടികളെ കളിപ്പിക്കുന്നതിലോ കുടുംബത്തിൽ തമാശ പറയുന്നതിലോ അതിലൊന്നും ഇടപെടാതിരിക്കുന്ന കാണാം. ഒരിക്കലും അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ, ചില സഹാബികൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ, അവര് വീട്ടിലാകുമ്പോൾ ചെറിയ കുട്ടികളെ പോലെ ഭാര്യയും മക്കളുമായി കളിയും ചെയ്യും തമാശയുമായിട്ട് അവരുടെ ഉമിനീരൊലിച്ചിറങ്ങുന്നത് വരെ അവർ തമാശ പറയുമായിരുന്നു. എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ജിഹാദിനോ മറ്റോ പോകുമ്പോൾ യഥാർത്ഥ പുരുഷന്മാരെ പോലെ നിൽക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോ കുട്ടികളെ താലോലിക്കുക, അവരോട് കാരുണ്യം കാണിക്കുക എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള കാര്യമാണ്. ഈ ബാബിൽ അടുത്തൊരു റിവായത്ത് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുൻതു അൽഅബു ബിൽ ബനാതി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് തന്നെ ഞാൻ മറ്റുള്ള പെൺകുട്ടികളോടൊപ്പം കളിക്കാറുണ്ടായിരുന്നു. നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായത്തിൽ, അന്ന് കാലത്ത് സാധാരണ നടന്നു വരാറുള്ള രീതിയിൽ തന്നെ മറ്റുള്ളവരുമായിട്ട് കളിക്കുന്ന ഒരു പ്രായത്തിൽ തന്നെ വിവാഹിതയായിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് വിവാഹത്തിന് ശേഷവും ഒപ്പമുള്ള കൂട്ടുകാരികളോടൊപ്പം കളിക്കുന്ന ഒരു രീതി ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. വകാന ലി സവാഹിബ് യൽഅബ്ന മഈ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ഒപ്പം കളിക്കാനായിട്ടുള്ള ചില കൂട്ടുകാരികൾ എനിക്കുണ്ട്. ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല യൻഖമിഅന മിൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ കൂട്ടുകാരികൾ, ആയിഷ ബിയോടൊപ്പം കളിക്കാറുള്ള കൂട്ടുകാരികൾ ഒളിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണ്ട എന്ന നിലക്ക് മാറി നിൽക്കുമായിരുന്നു. ഫയുസദ്ദിബുഹുന്ന ഇലൈ ഫയൽഅബ്ന മഈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെന്ത് ചെയ്യും? ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് വരാൻ പറയുകയും അങ്ങനെ അവർ അവരുടെ ആ കളിയിലും മറ്റുമായിട്ട് തുടരുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവദിക്കാറുണ്ടായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ ഓരോ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ, ഇപ്പൊ ഭാര്യമാരോട് എങ്ങനെയായിരിക്കണം, മക്കളോട് എങ്ങനെയായിരിക്കണം, അയൽവാസികളോട് എങ്ങനെയായിരിക്കണം, ഇതിനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി അതുപോലെ ആകാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് അവരുടേതായ ആ അവകാശങ്ങൾ, കളിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അവർ ആ പ്രായത്തിൽ കളിക്കണം. കുട്ടികളുടെ പ്രായത്തിൽ, ആ കളിക്കേണ്ട പ്രായത്തിൽ അവർ കളിക്കണം. അപ്പൊ അതിനുള്ള, അത് ഹറാമായ രീതിയിൽ അല്ലാത്ത രീതിയിൽ അവർ കളിക്കണം. അതിനുള്ള അനുവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിരുന്നു എന്നറിയിക്കാനാണ് ഈ ബാബിലെല്ലാം ഈ ഹദീസുകൾ കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാബ്, ബാബ് ഖൗലു റജുലി സഗീർ യാ ബുനയ്യ. ഒരു വ്യക്തി, ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കുട്ടികളെ, ചെറിയ കുട്ടികളെ പൊന്നുമോനെ, മോനെ എന്നുള്ള രീതിയിൽ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിവായത്താണ്. عن أبي العجلان المحاربي قال. أبو العجلان المحاربي رضي الله عنه അദ്ദേഹം പറയാണ്, كنت في جيش ابن زبير. ഞാൻ ഒരിക്കൽ ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകുന്ന ഒരു യുദ്ധ സൈന്യത്തിൽ ഉണ്ടായിരുന്നു.
വതൂഫിയ ഇബ്നു അമ്മി ലി വഔസാ ബിജമലിൻ ലഹു ഫീ സബീലില്ലാഹ്. അങ്ങനെ ആ യുദ്ധത്തിൽ എന്റെ ഒരു പിതൃവ്യ പുത്രൻ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ മരണപ്പെടുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് വസിയ്യത്തായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഒട്ടകത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. അഥവാ ഒരു ഒട്ടകം ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുന്ന ആളുകൾക്ക് നൽകുമെന്ന്. അങ്ങനെ ഫഖുൽതു ലിബ്നിഹി, അങ്ങനെ പിന്നെ ഈ മരിച്ച ആളുടെ, ഇദ്ദേഹത്തിന്റെ പിതൃവ്യന്റെ മകനോട് ചെന്നിട്ട് പറഞ്ഞു, ഇദ്ഫ ഇലയ്യൽ ജമൽ, എനിക്ക് നീ നിന്റെ ഉപ്പ വസിയത്ത് ചെയ്തിട്ടുള്ള ഒട്ടകത്തെ നൽകണം. ഫഇന്നി ഫീ ജയ്ശി ഇബ്നു സുബൈർ, ഞാനിതാ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനോടൊപ്പം ഒരു യുദ്ധത്തിന് പോവുകയാണ്. ഫഖാല, അപ്പൊ ഈ മകൻ പറഞ്ഞു, മരിച്ച ആളുടെ മകൻ പറഞ്ഞു, യുദ്ധത്തിന് പോകുമ്പോ ഈ ആള് മുമ്പ് മരിച്ചിട്ടുണ്ട്, അപ്പൊ യുദ്ധത്തിന് പോകുമ്പോ വന്ന് ചോദിക്കാം. അപ്പൊ ഈ മകൻ പറഞ്ഞു, ഇദ്ഹബ് ബിനാ ഇല ഇബ്നു ഉമർ ഹത്താ നസ്അലഹു, നമുക്ക് എന്ത് ചെയ്യാം, ഇബ്നു ഉമറിന്റെ അടുത്തേക്ക് പോകാം. ഈ ഒട്ടകം ഞാൻ നിനക്ക് തരണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ തീരുമാനമറിയാൻ ഇബ്നു ഉമറിന്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഫതൈന ഇബ്നു ഉമർ ഫഖാല, അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, യാ അബാ അബ്ദുറഹ്മാൻ, കുനിയത്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ, ഇന്ന വാലിദി തുവഫിയ വഔസാ ബിജമലിൻ ലഹു ഫീ സബീലില്ലാഹ്, എന്റെ പിതാവ്, ഈ മകൻ പറയാണ്, എന്റെ പിതാവ് മരണപ്പെടുന്ന സമയത്ത് വസിയത്ത് ചെയ്തിരുന്നു ഒരൊട്ടകത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി നൽകാമെന്ന്. വഹാദ ഇബ്നു അമ്മി, ഇതെന്റെ പിതൃവ്യ പുത്രനാണ്, വന്ന ആള്. വഹുവ ഫീ ജയ്ശി ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനോടൊപ്പം യുദ്ധത്തിന് പോകാൻ നിൽക്കുകയാണ്. അഫ അദ്ഫഉ ഇലൈഹിൽ ജമൽ, ഞാൻ ചോദിച്ചു, ഞാൻ ആ ഒട്ടകത്തെ ഇവന് കൊടുക്കണോ? അതായത് ഒരു മസല വന്നു, അങ്ങനെ പിന്നെ ഇങ്ങനെ നൽകാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ യുദ്ധത്തിന് പോകുന്ന ഒരാൾ ചോദിക്കുകയും ചെയ്തു, അപ്പൊ നൽകണോ വേണ്ടേ എന്നുള്ളത് അവിടെ അറിവുള്ള ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് പോയി ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ കൊടുക്കണോ വേണ്ടേ ചോദിച്ചു. ഖാല ഇബ്നു ഉമർ, അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മോനെ, എന്റെ പൊന്നു മോനെ അല്ലെങ്കിൽ കുഞ്ഞു മോനെ എന്നൊക്കെ അർത്ഥത്തിലാണ് ബുനയ്യ എന്നുള്ള പദം വിളിക്കുന്നത്, അഥവാ ഒരു സ്നേഹത്തോടു കൂടിയുള്ള എന്റെ മോനെ. ഇന്ന സബീലല്ലാഹി കുല്ലു അമലിൻ സാലിഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്നതെല്ലാം സൽക്കർമ്മമാണ്. ഫഇൻ കാന വാലിദുക ഇന്നമാ ഔസാ ബിജമലിഹി ഫീ സബീലില്ലാഹി അസ്സ വജൽ, നിന്റെ പിതാവ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ഒട്ടകത്തെ നൽകാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഫഇദാ റഅയ്ത ഖൗമൻ മുസ്ലിമീന, അങ്ങനെ നീ കാണുകയാണ് മുസ്ലിമീങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ, യഗ്സൂന ഖൗമൻ മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളുമായി യുദ്ധം ചെയ്യുന്നത് നീ കാണുകയും ചെയ്താൽ, ഫദ്ഫ ഇലൈഹിമുൽ ജമൽ, നീ ആ ഒട്ടകത്തെ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ഫഇന്ന ഹാദാ വഅസ്ഹാബഹു ഫീ സബീലി ഗിൽമാനി ഖൗമിൻ അയ്യുഹും യദ്ഉ ത്വാബിഅ, അതായത് ഈ ചോദിച്ചു വന്ന ആളുണ്ടല്ലോ, ഈ ഹദീസ് പറയുന്ന അബുൽ അജ്ലാൽ മുഹാരിബി, അത് അധികാരമുള്ള നേതൃസ്ഥാനത്തുള്ള ആളുകളാണ് എന്നുകൂടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം. ഇവിടെ ഈ ഒരു സംഭവം ഇവിടെ കൊടുക്കാനുള്ള ഏക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ചോദിച്ചു വന്ന ആളോട് എന്ത് പറഞ്ഞു, യാ ബുനയ്യ, ചെറിയ മകനാണ്, വാപ്പ മരണപ്പെട്ടിട്ടുള്ള മകനാണ്. അപ്പൊ ആ മകനെ, ആ വ്യക്തിയെ, ആ ചെറിയ മകനെ യാ ബുനയ്യ എന്ന് വിളിച്ചു എന്ന് അറിയിക്കാനാണ് ഈ റിവായത്ത് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിനേക്കാൾ ഉപരി ഇതിൽ നിന്നുള്ള ഒരു പാഠം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതൊരു കാര്യം ചെയ്യുന്നതും, അഥവാ അള്ളാഹുവിന്റെ മാർഗം എന്ന് ഉദ്ദേശിക്കുന്നത് ജിഹാദിന് വേണ്ടി എന്തൊരു നന്മ ചെയ്യുന്നതും അമലു സാലിഹായിട്ടാണ് സഹാബികൾ എണ്ണിയിരുന്നത്. അപ്പൊ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ കുട്ടികളെ സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകൾ, കുഞ്ഞു മോനെ, മോനെ എന്നുള്ള നിലക്കൊക്കെ നമ്മുടെ ഭാഷയിൽ എന്താണോ ആ ഒരു അർത്ഥത്തിൽ വരുന്നത് അങ്ങനെയുള്ള വാക്കുകൾ വിളിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബികളിൽ നിന്നും മാതൃക വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ സ്വന്തം മക്കളാവട്ടെ ചെറിയ കുട്ടികളാവട്ടെ അവരെ മോനെ എന്നെല്ലാം വിളിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും മാതൃകയുള്ള കാര്യമാണ്. അടുത്ത ഹദീസ്, അൻ ജരീർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ജരീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ യർഹമിൻ നാസ ലാ യർഹംഹുല്ലാഹു അസ്സ വജൽ, ആരാണോ ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തത് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയും കാരുണ്യം കാണിക്കുകയില്ല. ഇതറിയപ്പെട്ട ഒരു ഖായിദയുടെ ആശയത്തെ ഉൾക്കൊള്ളുന്ന ഹദീസാണ് അൽ ജസാഉ ബിൻ ജിൻസിൽ അമൽ എന്നുള്ളത്. അഥവാ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അപ്പൊ അല്ലാഹു തആല റഹ്മാനാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല റഹീമാണ്, അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ അടിമകളിൽ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അടിമകൾ പരസ്പരം കാരുണ്യം കാണിക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആരോടാണെങ്കിലും കാരുണ്യം കാണിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാരുണ്യം കാണിക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് ഈ ഹദീസിൽ ഇതേപോലത്തെ ഹദീസാണ് മല്ലാ യർഹം ലാ യുർഹം, ആരാണോ കാരുണ്യം കാണിക്കാത്തത് അവരോട് കാരുണ്യം കാണിക്കപ്പെടുകയില്ല. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ ജനങ്ങളോട് ആരാണോ കാരുണ്യം കാണിക്കാത്തത് അവനോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയും കാരുണ്യം കാണിക്കുകയില്ല. അപ്പൊ ഒരു മുസ്ലിമിന്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രകടമായി നിൽക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ് കാരുണ്യം കാണിക്കുക എന്നുള്ളത്. മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ അതെല്ലാം ഈ ഒരു ബാബിൽ കൊടുക്കാനുള്ള കാരണം കുട്ടികളോട് സ്നേഹിക്കുന്നതിന്റെയും കുട്ടികളെ ഇതുപോലെയുള്ള നല്ല വാക്കുകളോട് വിളിക്കുന്നതും എല്ലാം കാരുണ്യത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടും അതുപോലെ കാണിക്കും. ഇതേ ആശയത്തിൽ തന്നെ മറ്റൊരു റിവായത്ത് അൻ ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസറാണ് മൻ ലാ യർഹം ലാ യുർഹം. ഈ ഹദീസിലും വന്നിട്ടുണ്ട്, കാരുണ്യം കാണിക്കാത്തവന്റെ മേലെ കാരുണ്യം കാണിക്കപ്പെടുകയില്ല അള്ളാഹുവിൽ നിന്ന്. വലാ യുഗ്ഫർ മൻ ലാ യഗ്ഫിർ, ആരാണോ അവന്റെ ചുറ്റുമുള്ളവരോട് പുറത്തു കൊടുക്കാത്തത് അവനോട് അള്ളാഹും പുറത്തു കൊടുക്കുകയില്ല. വലാ യുഅഫ അമ്മൻ ലം യഅഫ്, ആരാണോ വിട്ടുവീഴ്ച ചെയ്യാത്തത് അവനോട് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുകയില്ല. വലാ യുതാബു അലാ മൻ ലാ യതൂബ്, തൗബ ചെയ്യാത്തവനോടെ പശ്ചാത്താപം അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. തൗബ ചെയ്താൽ മാത്രമേ അവന്റെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുകയുള്ളൂ, പശ്ചാത്താപം സ്വീകരിക്കുകയുള്ളൂ. വലാ യുവഖ മൻ ലാ യതവഖ, അഥവാ ഒരു സംരക്ഷണം തഖ്വ ഉണ്ടാകുക അല്ലെങ്കിൽ ദോഷങ്ങളിൽ നിന്ന് സംരക്ഷണം ആരാണോ നേടാൻ പരിശ്രമിക്കുന്നത് അവനെ അല്ലാതെ അള്ളാഹു സംരക്ഷിക്കുകയുമില്ല. ഇതെല്ലാം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആശയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണ്ടാകുമെന്നുള്ളത്. ഇതിൽ കാരുണ്യത്തിന്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ ഒന്ന് ഇതിൽ വന്നിട്ടുള്ളത് പുറത്തു കൊടുക്കുന്നതിന്റെയും വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെയുമാണ്. പലപ്പോഴും മനുഷ്യരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകൾ പറയും, ഞാൻ ഒരിക്കലും അവന് പുറത്തു കൊടുക്കൂല, ഞാൻ ഒരിക്കലും അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂല, ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ. ഈ ഒരു നിലക്ക് പറയുന്നത് കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചെയ്ത പാപങ്ങൾ, നമ്മൾ ചെയ്ത ദോഷങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള ഉപദ്രവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാതെ അള്ളാഹു എങ്ങാനും ഞാൻ അവന് പുറത്തു കൊടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പൊ നമ്മൾക്ക് ആരോടെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചെയ്ത ദുൽമിന്റെ മേലെ ആയിരിക്കും. അത് പുറത്തു കൊടുക്കുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ പുറത്തു കൊടുക്കലാകുന്നത്. നമ്മളെ ഒരാളെ ഉപദ്രവിച്ചു ഏതെങ്കിലും തരത്തിൽ, വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ. അപ്പൊ നമ്മൾക്കത് പുറത്തു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്താകുന്നത്? അള്ളാഹുവിൽ നിന്ന് പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാകുന്നത്. ഏറ്റവും നല്ല ഉദാഹരണമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബിയുടെ മേലെ കള്ള ആരോപണം മദീനയിൽ പ്രചരിപ്പിച്ച കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മിസ്തഹ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മിസ്തഹ് ആ കൂട്ടത്തിൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ, കാരണം മിസ്തഹ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടുംബക്കാരനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഒക്കെ ചെലവിന് കൊടുക്കുന്നത്, മാസം എത്ര ചെലവിന് കൊടുക്കുന്നത്. അപ്പൊ ആ മിസ്തഹ് ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവന് ചെലവിന് കൊടുക്കൂല, ഈ ഒരു കാരണത്തിന്റെ മേലെ ഇനി ഞാൻ അവനൊന്നും നൽകില്ല, ഒരു സഹായം ചെയ്യില്ല എന്ന് പറഞ്ഞു. അള്ളാഹു തആല ആയത്തിറക്കി ചോദിച്ചത്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ്. അള്ളാഹു പുറത്തു തരാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തുണ്ടാവണം? നമ്മൾ പുറത്തു കൊടുക്കണം. അള്ളാഹിനോട് നമ്മൾ എന്തൊക്കെ ദുൽമ ചെയ്യുന്നുണ്ട് നമ്മൾ ആലോചിച്ച് വയ്ക്കും. അള്ളാഹിന്റെ ഹദ്ദുകൾ നമ്മൾ എത്ര അതിലംഘിക്കുന്നുണ്ട്, സ്വന്തം നഫ്സിനോട് എന്തൊക്കെ ദുൽമ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള സൃഷ്ടികളോട് എത്ര ദുൽമ സംഭവിക്കുന്നുണ്ട്. അതിനൊക്കെ അള്ളാഹു പുറത്തു തരില്ല തീരുമാനിക്കുകയാണെങ്കിലോ നമ്മൾ നശിച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് ഒരാൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവൂല, ഒരാളും ബാക്കി ഉണ്ടാവൂല. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളെ പുറത്തു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകും. വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യും. അതുപോലെയാണ് തൗബ ചെയ്യുന്നവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബയാണ് സ്വീകരിക്കുക, അവർക്കാണ് പശ്ചാത്താപം സ്വീകരിക്കുക. അതുപോലെയുള്ള ഏത് കാര്യവും അങ്ങനെ തന്നെ. പാപങ്ങളിൽ നിന്ന് ഒരാള് ആരാണോ രക്ഷപ്പെടാൻ തഖ്വ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതിന് പരിശ്രമിക്കുന്നതും അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. ഇതിന്റെ എല്ലാത്തിന്റെയും
ഉൾക്കൊള്ളുന്ന ഖായിദയാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ചെയ്ത കർമ്മങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുക. അടുത്ത ബാബു ഇർഹം മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക എന്നുമായി ബന്ധപ്പെട്ട്. അൻ ഖുർറത ഖാല ഖാല റജുലുൻ യാ റസൂലല്ലാഹ്, ഒരിക്കൽ ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ലഅദ്ബഹു ശാത ഫഅർഹമഹാ ഔ ഖാല ഇന്നി ലഅർഹമു ശാത അൻ അദ്ബഹഹാ. അദ്ദേഹം പറഞ്ഞു, റസൂലേ, ഞാൻ ഒരു ആടിനെ അറുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ അറുക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ആ ആടിനോട് വല്ലാത്തൊരു കാരുണ്യം തോന്നിപ്പോവാണ്. അതിനെങ്ങനെ അറുക്കണോ വേണ്ടേ എന്നുള്ള നിലയ്ക്ക് കാരുണ്യം തോന്നുകയാണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശാത്ത് ഇൻ റഹിംതഹാ റഹിമകല്ലാഹ്, ഒരാടിനോട് നീ കാരുണ്യം കാണിച്ചാലും അള്ളാഹു നിന്നോടും കാരുണ്യം കാണിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതായത് ഒരു ആടിനെ അറുക്കുകയാണെങ്കിലും അതിനോട് കാണിക്കേണ്ട ചില ബാധ്യതകളുണ്ട്. അതായത് അതിനോട് കാരുണ്യം കാണിച്ചുകൊണ്ട് വേണം അറുക്കാൻ വേണ്ടിയിട്ട്. ഒരു സംഭവം കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തി അവിടെ ആടിനെ കെട്ടിയിട്ടിട്ടുണ്ട്, ആടുണ്ട്, അതിന്റെ മുമ്പിൽ വെച്ചിട്ട് കത്തി ഇങ്ങനെ മൂർച്ച കൂട്ടിട്ടുണ്ട് അറുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആട് ഈ കത്തി മൂർച്ച കൂട്ടുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിയോട് ചോദിച്ചു, അഫല ഖബ്ല ഹാദാ, നീ മുമ്പ് തന്നെ ചെയ്യാണോ ചോദിച്ചു. അതുരീദു അൻ തുമീതഹാ മൗതതൈൻ, നീ 2 വട്ടം അതിനെ കൊല്ലണം എന്നാണോ ആഗ്രഹിക്കുന്നത്? 2 വട്ടം അത് ചാകണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. എന്തുദ്ദേശം? കാരണം അതിനെ അറുക്കാൻ പോവുകയാണ് എന്നുള്ള നിലക്ക് പേടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരാടിന്റെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ഏതൊരു മൃഗത്തെയാണോ അറുക്കുന്നത് അതിന്റെ മുമ്പിൽ വെച്ച് തന്നെ മറ്റൊരു മൃഗത്തെ അറുക്കുന്നത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അത് അതിനോട് കാണിക്കേണ്ട കാരുണ്യമാണ്. കാരണം അത് എന്ത് ചെയ്യണം? അത് ചോദിച്ചത് 2 വട്ടം അത് ചാകണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്. കാരണം പേടിച്ചിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ അറുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കത്തി മൂർച്ച കൂട്ടി അതിന്റെ റാഹത്തോടു കൂടി എളുപ്പത്തിൽ ജീവൻ പോകുന്ന രീതിയിലാണ് അറിവ് പഠിപ്പിച്ചിട്ടുള്ളത്. അതൊരു ചെറിയ കുരുവിയാണെങ്കിലും ഒരു ഹദീസിൽ കാണാം, മൻ റഹിമ വലൗ ദബീഹത ഉസ്ഫൂർ റഹിമഹുല്ലാഹു യൗമൽ ഖിയാമ, ഒരു ചെറിയ കുരുവിയെ അറുക്കുകയാണെങ്കിലും അതിനോട് ആ കാരുണ്യത്തിനോട് കൂടി അറുക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പരലോകത്ത് എന്ത് ചെയ്യും? അവനോട് കാരുണ്യം കാണിക്കും. ചില ആളുകൾ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടാത്ത രീതിയിൽ അല്ലാത്ത ചില കുഫാറുകൾ അവരൊക്കെ ഓരോ മൃഗത്തെ അറക്കുന്ന രീതികൾ കാണണം. വളരെ ബുദ്ധിമുട്ട്. ചില ആളുകൾ ഈ വലിയ ഈ മാടുകളെ, പോത്ത് അതുപോലെയുള്ളതിനൊക്കെ ചുറ്റിക കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടോ ഒക്കെ തല അടിച്ചു പൊളിച്ചിട്ട് കൊല്ലുന്നത് കാണാം. അല്ലെങ്കിൽ മറ്റു ചില ആളുകൾ കോഴിയെല്ലാം കഴുത്ത് പിടിച്ച് തിരിച്ച് അല്ലെങ്കിൽ കടകിന്റെ ഇടയിൽ വെച്ച് അടച്ച് അങ്ങനെയൊക്കെ വളരെ അതായത് നമുക്ക് മനസ്സിലാവും, അവർക്ക് വെച്ച് നോക്കുമ്പോൾ അറവ് എന്നുള്ളത് എത്രയോ കാരുണ്യമുള്ള കാര്യമായിട്ട് തോന്നും. ചില ആളുകൾ ചിന്തിക്കും അറക്കുക എന്നുള്ള തന്നെ ഒരു കാര്യമാണ്, അതിലെന്ത് കാരുണ്യമാണ്. പക്ഷെ അങ്ങനെയല്ല. അവിടെ ആ മനുഷ്യന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷണമാണ് മാംസം എന്നുള്ളത്. പക്ഷെ അതിനു വേണ്ടി ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള രീതിയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അറവിന്റെ രീതി എന്നുള്ളത്. അപ്പൊ അങ്ങനെ കാരുണ്യം കാണിക്കുന്നത് പോലും എന്തു ചെയ്യും? നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരുണ്യം കാണിക്കുന്നവരോട് തിരിച്ചു കാരുണ്യം കാണിക്കപ്പെടാൻ അതൊരു കാരണമാകും. മറ്റൊരു ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്-സാദിഖ് അൽ-മസ്ദൂഖ് അബുൽ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. അസ്-സാദിഖ് അൽ-മസ്ദൂഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണങ്ങളാണ്. സത്യം പറയുന്നവൻ, സത്യപ്പെടുത്തപ്പെട്ടവൻ. അബുൽ ഖാസിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിയത്താണ്. മൊത്തം പറഞ്ഞിട്ട് പറയാണ്, യഖൂൽ ലാ തുൻസഉ റഹ്മ ഇല്ലാ മിൻ ശഖിയ്യിൻ, ദൗർഭാഗ്യവാനിൽ നിന്നല്ലാതെ അല്ലെങ്കിൽ നഷ്ടം പറ്റിയവനിൽ നിന്നല്ലാതെ കാരുണ്യം ഊരി മാറ്റപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതായത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ് അവൻ കാരുണ്യം കാണിക്കുന്നവനാവുക എന്നുള്ളത്. അപ്പൊ ആരുടെയെങ്കിലും ഖൽബിൽ നിന്ന് കാരുണ്യം എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ അടയാളം അവനിൽ നിന്ന് ഈമാനിന്റെ ഭാഗങ്ങൾ എടുത്തു കളയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവൻ ദൗർഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ ഷഖിയായിക്കൊണ്ട് അകപ്പെടുന്നവനാണ്. കാരണം ഹൃദയ നൈർമല്യതയുടെ അടയാളമാണ് മറ്റുള്ളവരോട് ആളുകൾ കാരുണ്യം കാണിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാരുണ്യം കാണിക്കാനുള്ള ഒരു അവസ്ഥ ഒരാൾക്കില്ല എങ്കിൽ അവൻ എന്താണ്? അവൻ വളരെയധികം
നഷ്ടം പറ്റിയ ആളുടെ കൂട്ടത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട, ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, വിചാരിച്ച ഒരളവിലേക്ക് കാരുണ്യം കാണിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ വേണ്ടി ചോദിക്കണം. അടുത്ത ബാബു റഹ്മത്തിൽ ഇയാൽ, കുടുംബക്കാരോടുള്ള കാരുണ്യം. നമ്മുടെ ഭാര്യ, മക്കൾ, സഹോദരന്മാർ, അതുപോലെയുള്ള കുടുംബത്തിനോടുള്ള, പ്രത്യേകിച്ചും ഭാര്യ, മക്കൾ എന്നുള്ള ഇയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കീഴിലുള്ള ആളുകൾ എന്നാണ് എന്റെ അർത്ഥം. ഒരു പുരുഷനെ സംബന്ധിച്ച് ഇയാൽ എന്ന് പറയുമ്പോൾ അവന്റെ ഭാര്യയും മക്കളുമാണ് പൊതുവെ അറബിയിൽ ഉപയോഗിക്കുന്ന രീതി. അപ്പൊ അങ്ങനെയുള്ളവരോട് കാരുണ്യം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കുടുംബത്തിനോട് കാണിക്കേണ്ട കാര്യവുമായി ബന്ധപ്പെട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമൻ നാസ് ബിൽ ഇയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു അവിടുത്തെ കുടുംബത്തിനോട്, അല്ലെങ്കിൽ കുടുംബത്തിനോട് കാരുണ്യം കാണിക്കുന്നതിൽ ഏറ്റവും കാരുണ്യം കാണിക്കുന്നവനായിട്ടുള്ള വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. വകാന ലഹു ഇബ്നുൻ മുസ്തർദിഉൻ ഫീ നാഹിയത്തിൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. അഥവാ മാരിയത്ത് ഖിബ്തിയിൽ ജനിച്ച ഇബ്രാഹിമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് അറബികൾക്കിടയിലുള്ള സമ്പ്രദായം പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരെ മുലയൂട്ടാനും മറ്റുമെല്ലാം വേറെ സ്ത്രീകളുടെ അടുക്കൽ ഏൽപ്പിക്കലാണ് അന്നത്തെ പൊതുവായിട്ടുള്ള രീതി. അപ്പൊ ഇബ്രാഹിം എന്നുള്ള മകൻ ജനിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്, എത്രയോ മാസങ്ങൾക്കുള്ളിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇബ്രാഹിം എന്നുള്ള മകൻ ജനിച്ചപ്പോൾ ആ മകനെ മുല കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കൊല്ലയിൽ, എന്തായാലും പറയാ, ഇരുമ്പിന്റെ മറ്റും പണിയെടുക്കുന്ന ആളുണ്ടല്ലോ, ആലയിൽ എന്താ പറയലോ, കൊല്ലൻ, അങ്ങനെയുള്ള ആളുടെ ഒരു ഭാര്യയാണ് മുല കുടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ അവരുടെ വീട്ടിലാണ് ഉണ്ടാവുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ആ കുട്ടിയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന സമയത്ത് ആ കൊല്ലന്റെ ആ വീട്ടിലായതുകൊണ്ട് തന്നെ അവിടെ ഈ പണി എടുക്കുന്നത് കൊണ്ട് തന്നെ ആകെ പുക നിറഞ്ഞ അവസ്ഥയിലാകാറുണ്ടായിരുന്നു. വേറെ റിവായത്തിൽ കാണാം, സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ ഓടിപ്പോയിട്ട് ഈ വ്യക്തിയോട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്, അപ്പൊ കുറച്ചു നേരം നിന്റെ പണി നിർത്തണം എന്നുള്ള നിലക്ക് പറയും. കാരണം ആ പുകയും ബുദ്ധിമുട്ട് നബിക്ക് വേണ്ട എന്ന നിലക്ക്. അപ്പൊ അങ്ങനെ ആ അവസ്ഥയിലുള്ളൊരു വീടാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ കാണാൻ പോവുകയും കുട്ടിയെ എടുത്ത് തന്നോട് ചേർത്ത് വെക്കുകയും ആ കുട്ടിയെ ചുംബിക്കുകയും എല്ലാം ചെയ്യാറുണ്ടായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ തന്റെ കുടുംബത്തിനോട്, തന്റെ മക്കളോട്, തന്റെ ഭാര്യമാരോടെല്ലാം അങ്ങേയറ്റം കാരുണ്യം കാണിച്ചിരുന്ന, അങ്ങേയറ്റം കാരുണ്യത്തോടുകൂടി പെരുമാറിയിരുന്ന വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മക്കളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളതെല്ലാം പ്രതിഫലാർഹമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത ഒരു ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ വമഅഹു സബിയ്യുൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വരികയും ആ വ്യക്തിയോടൊപ്പം ഒരു ചെറിയൊരു കുട്ടിയുണ്ട്. ഫജഅല യദുമ്മുഹു ഇലൈഹി, അങ്ങനെ ഈ വ്യക്തിയെ തന്നിലേക്ക് ചേർത്തി പിടിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിയോട് ചോദിച്ചു, അതർഹമുഹു, നീ അവനോട് കാരുണ്യം കാണിക്കുന്നുണ്ടോ, നിനക്ക് കാരുണ്യം കൊണ്ടാണോ ഇങ്ങനെ ചോദിച്ചു. ഖാല, അപ്പൊ വ്യക്തി പറഞ്ഞു നഅം, അതെ എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ ആ വ്യക്തി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫല്ലാഹു അർഹമു ബിക മിൻക ബിഹി വഹുവ അർഹമുർ റഹീമീൻ, നീ ഈ കുട്ടിയോട്, നിന്റെ ഈ മകനോട് കാണിക്കുന്ന, അല്ലെങ്കിൽ കുട്ടിയോട് കാണിക്കുന്ന കാരുണ്യത്തിനേക്കാൾ നിന്നോട് കാരുണ്യം കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഹുവ അർഹമുർ റഹീമീൻ, അവൻ കാരുണ്യം കാണിക്കുന്നവരിൽ ഏറ്റവും കാരുണ്യം കാണിക്കുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, കുട്ടികളോട് ഈ കാരുണ്യം കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി പൊതുവെ മനുഷ്യനുണ്ടാകുന്ന തന്റെ മക്കളോട് കാരുണ്യം കാണിക്കാൻ തോന്നുന്ന പ്രകൃതിയാ ഉണ്ടാകും. അത് വെച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ഈ കാണിക്കുന്ന കാരുണ്യത്തിനേക്കാൾ, നിന്റെ മക്കളോട്, കുട്ടികളോട് കാണിക്കുന്ന കാരുണ്യത്തിനേക്കാൾ അങ്ങേയറ്റം വളരെ വലിയ രീതിയിൽ കാരുണ്യം കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതിനേക്കാൾ കാരുണ്യം നിന്നോട്
അള്ളാഹുവിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഖുർആനിലെ ചില ആയത്തുകൾ കൊണ്ട് തന്നെ ഉലമാക്കൾ ഇതിന് തെളിവ് പിടിച്ചേ കാണാം. ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അനന്തരാവകാശ നിയമങ്ങൾ പറയുന്ന ആയത്തിൽ ഊസീക്കും അല്ലാഹു ബി ഔലാദിക്കും എന്നിട്ട് ആയത്ത് തുടക്കം, അഥവാ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അള്ളാഹു ഇതാ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു തുടങ്ങുന്ന ആയത്തുണ്ട്. ആ ആയത്ത് വെച്ചുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, അനന്തരാവകാശ നിയമം പഠിക്കുമ്പോൾ തന്നെ പറയാണ്, ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് നമുക്ക് നമ്മുടെ മക്കളോടുള്ള ഇഷ്ടത്തിനേക്കാൾ നമ്മുടെ മക്കളോട് ഇഷ്ടം ആർക്കാണ്? അള്ളാഹുവിനാണ് എന്ന്. എങ്ങനെയാണ് മനസ്സിലായത്? കാരണം നമ്മൾ ഒരാളോട് പറയാണ് അവനെ നോക്കണം കേട്ടോ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇവനേക്കാൾ അവന്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പറയുന്നത്. മനസ്സിലാക്കണം. അതായത് നമ്മൾ ഒരാളോട് പറയാണ്, നമ്മൾ ഇപ്പൊ ഒരാളെ കൊണ്ടുപോകുമ്പോ അവന്റെ കാര്യം ശരിക്കും നോക്കണം കേട്ടോ, അവന്റെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കുക പറഞ്ഞാൽ ഈ കൊണ്ടുപോകുന്ന ആളെക്കാൾ നമുക്ക് അവന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ മാതാപിതാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് പറയാണ്, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ഇതാ അള്ളാഹു നിങ്ങളോട് എന്ത് ചെയ്യുന്നു? വസിയത്ത് ചെയ്യുന്നു. അപ്പോ നമുക്കൊരു ഉപ്പക്കും ഉമ്മക്കും മക്കളോട് തോന്നുന്നതിന്റെ കാരുണ്യത്തിനേക്കാളും സ്നേഹത്തിനേക്കാളും വലുതാണ് അള്ളാഹുവിന് ആ മക്കളോടുള്ളത്, അഥവാ നമ്മുടെ ഓരോരുത്തരോടുള്ളത്. അപ്പോ അള്ളാഹുവാണ് ഏറ്റവും കാരുണ്യം കാണിക്കുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വ്യക്തിയോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത വർഷം നോക്കാം. അടുത്ത മൃഗങ്ങളോട് കാരുണ്യം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.